ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗേസ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസത്തെ കറക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് 2-3 ദിവസം ട്രിപ്പ്, പിന്നെ പാലക്കാട് അങ്ങനെയൊക്കെ ഉള്ള ഇതായപ്പോഴത്തേക്കും ആകെ ക്ഷീണിച്ച്, പിന്നെ യാത്രയൊക്കെ ആയപ്പോഴത്തേക്കും വയ്യാണ്ടായിപ്പോയി. ഇപ്പോൾ ഒന്ന് ഉഷാറായി വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഉറക്കമൊക്കെ ശരിയായിട്ടില്ലായിരുന്നു. അപ്പോൾ ഉറങ്ങി ഒന്നിപ്പോൾ ലെവലായിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പം നമ്മൾ ഹൗസ് വാമിങ്, അതായത് പാലിയാച്ചിന് പോയ ഒരു വീഡിയോ ലേറ്റായിട്ടാണ് ഇട്ടത്. കാരണം നമ്മൾ അന്ന് രാത്രി 2 മണിക്കാണ് വീട്ടിലെത്തുന്നത്. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറക്ക ക്ഷീണവും യാത്രാ ക്ഷീണവും എല്ലാം കൂടിയൊക്കെ. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് ഇടാൻ വൈകിയത്, ലേറ്റായത്. പിന്നെ അതുപോലെ തന്നെ വീട് പോയി കണ്ട്, വീട് അടിപൊളി തന്നെ, ഒരു രക്ഷയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട്, കാരണം അത്രയ്ക്ക് നല്ല എല്ലാ സെറ്റിങ്ങും നല്ലത്, അടിപൊളി തന്നെ. പിന്നെ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ കിച്ചണാണ് കേട്ടോ. ആ വീടിൻ്റെ കിച്ചൺ അടിപൊളി സെറ്റിങ്സ് തന്നെ. അതായത് അത് നമ്മൾ പറയുന്ന കണക്കല്ല, നേരിട്ട് പോയി അത് കാണുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അടിപൊളി തന്നെ എല്ലാം. ഇനി അത് ഒന്നും നമുക്ക് നെഗറ്റീവായിട്ട് പറയാനില്ല, എല്ലാം അടിപൊളി തന്നെ. ഓരോ റൂമുകളായാലും ചെയ്തിരിക്കുന്നത്, അതുപോലെ കർട്ടൻ വർക്ക്, പിന്നെ അതുപോലെ തന്നെ കിച്ചനാണ് മെയിനായിട്ട് എടുത്തു പറയാനുള്ളത്, ഹൈലൈറ്റ് കിച്ചനാണ്. അപ്പോൾ അടിപൊളി തന്നെ. എന്തായാലും അൽഹംദുലില്ലാ സന്തോഷമുണ്ട്. അവരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹവും അതുപോലെ തന്നെ കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ഒരു ഫലമായല്ലോ ഈ ഒരു വീട്. അപ്പോൾ എല്ലാവർക്കും ഒരു വീടില്ലാത്തവർക്കാണെങ്കിൽ ഒരു വീട് വേണമെന്നും, മക്കളില്ലാത്തവർക്കാണെങ്കിൽ മക്കൾ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ഒത്തിരി പേരുണ്ട്. അപ്പം അൽഹംദുലില്ലാ, അപ്പം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ. കാരണം ഞാനും ഒരു 4 വർഷമായിട്ടേ ഉള്ളൂ ഇങ്ങനെ ഇവിടെ താമസമായിട്ട്. അപ്പോൾ ഞാനൊരു വാടക വീട്ടിലായിരുന്നു. ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് നമ്മളിവിടെ സ്വന്തമായിട്ട് നമുക്കൊരു വീടായിട്ട് തന്നെ. അപ്പം നമുക്കൊരു വഴിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഇൻഷാ അള്ളാ എന്തായാലും പരിഹരിക്കാൻ പറ്റുമെങ്കിൽ പരിഹരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് വെച്ചാൽ അത് ചെയ്യും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ആഗ്രഹങ്ങൾ നടക്കട്ടെ, ദുആ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നമ്മളെന്നും ട്രാവലും എങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ടൂറും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ അല്ലേ കാണുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി വീഡിയോ കാണാം. അങ്ങനെ ഗേസ് പഴങ്കഞ്ഞി ഒടിക്കാനായിട്ട് എടുത്ത് വെച്ചേക്കാനായിട്ട് നല്ല മുളകും ഉണക്കമീനും മീൻകറിയും ഒക്കെ ഉണ്ട്, തൈര്, അച്ചാറൊക്കെ ഉണ്ട്. എൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് ഈ അച്ചാർ. അങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന. പിന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അപ്പം അത്യാവശ്യം കുറച്ച് സാധനങ്ങളില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇക്കയും കൂടി പോയി സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന്, അതായത് കുറച്ച് സാധനങ്ങൾ മാത്രം മതിയായിരുന്നു. അങ്ങനെ പാത്രം കഴുകുന്ന ലിക്വിഡ്, അത് ഭയങ്കരമായിട്ട് ചിലവാണ് കേട്ടോ ഈ വീട്ടിൽ. അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ നമ്മൾ ചോളം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സംഭവം പുഴുങ്ങി മസാലയൊക്കെ ഇട്ട്, അതായത് മുളകും ഉപ്പും കൂടിയൊക്കെ ഇട്ട് കഴിക്കുന്നതാണ്. നമ്മൾ ടൂറ് പോയപ്പോഴത്തേക്കും വാങ്ങിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിച്ചതാണ്, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ തോട് കളയണം. പിന്നെ ഗേസ് ഞാൻ ടൂറ് പോയിട്ട് വന്നിട്ട് എന്താണ് വാങ്ങിയെന്ന് നിങ്ങൾക്ക് കണ്ടേ. അപ്പം എല്ലാവരും വിചാരിക്കും ടൂറിന് പോയിട്ട് വന്നിട്ട് എന്തൊരു വാങ്ങിയെന്നൊക്കെയുള്ള. കുറച്ച് ചോക്ലേറ്റ് വാങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്. അപ്പോൾ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് തേയിലയും വാങ്ങിയായിരുന്നു. അപ്പം ചോക്ലേറ്റ് നല്ല ചോക്ലേറ്റ് തന്നെയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ്. അങ്ങനെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചോക്ലേറ്റ്. അങ്ങനെ വാങ്ങിയതാണ്. കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനായിട്ടും കൂടിയാണ് വാങ്ങിയത്, ചോക്ലേറ്റ് വാങ്ങിയത്. പിന്നെ തേയില അതുപോലെ തന്നെ, അങ്ങനെ തേയിലയും വാങ്ങിച്ച് ചോക്ലേറ്റും ഒക്കെ വാങ്ങിച്ച്. അപ്പം അത് തിരക്ക് കാരണം വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊരു വീഡിയോ എടുത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. കണ്ടോ, നട്ട്സിൻ്റെതും ഫ്രൂട്ട്സിൻ്റെയൊക്കെ ചോക്ലേറ്റുകൾ, വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റാണ്. അപ്പം നല്ല ടേസ്റ്റാണ് ഇതൊക്കെ കഴിക്കാനായിട്ട്. അപ്പം ഇതാണ് നമ്മൾ വാങ്ങിയത് ടൂറിന് പോയിട്ട് വന്നിട്ട്. തേയില ഇതാണ് വാങ്ങിയത് കേട്ടോ. തേയില നല്ല ക്വാളിറ്റി ഉള്ള തേയിലയാണ്, അതായത് നമ്മൾ എവിടെ നിന്നും കിട്ടുന്ന കണക്കത്തെ അല്ല, നല്ല ഒറിജിനൽ തേയില. പിന്നെ ഈ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ചോക്ലേറ്റ് ഇട്ടാൽ ഇത്, പക്ഷേ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നല്ല റേറ്റുള്ള സാധനമാണ്, നല്ല റേറ്റ് എന്ന് വെച്ചാൽ നല്ല റേറ്റ് വരുന്ന ചോക്ലേറ്റാണത്. അത് ഞാൻ കുറച്ചേ വാങ്ങിയുള്ളൂ. പിന്നെ ഉച്ചയ്ക്കിന് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഫുഡ് ചോറ്, മീൻ കറി, തോരൻ, വിഴുക്ക്, പിന്നെ അതുപോലെ തന്നെ കണവ തോരൻ, അച്ചാറൊക്കെ ഉണ്ട്.
അങ്ങനത്തെ നമ്മൾ വാങ്ങിയിരിക്കുന്ന ചോളമാണ് കേട്ടോ ഇതിൻ്റെ തോട് കളയാനായിട്ട് വെച്ചേക്കാണ്. അപ്പം ചോളമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുഴുങ്ങിയിട്ട് മസാല ഇട്ട് കഴിക്കാൻ പോകണം കേട്ടോ. അതായത് നമ്മൾ ടൂറ് പോയപ്പോഴത്തേക്കും ആ ഭാഗങ്ങളിൽ മൊത്തം ഈ ചോളം ഇതുപോലെ മസാല ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ വാങ്ങിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇതിൻ്റെ തോട് നമ്മൾ ഇളക്കണം. അതായത് ഈ ഒരു സംഭവം ഇങ്ങനെ വലിച്ചിളക്കണം. അപ്പോൾ നമ്മുടെ ചോളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തോലെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പിട്ടൊന്ന് അവിച്ചെടുക്കണം. നമുക്ക് അപ്പം നമ്മളിത് ഒന്നായിട്ട് ഇത് ഇറക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് നമ്മൾ രണ്ടാക്കി കട്ട് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഇനി അതിൽ ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് ആവിയേറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൽ നമ്മൾ മുളക് പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്തതാണ്. പിന്നെ ലൈം വേണമെങ്കിൽ പകുതി ഒഴിച്ചെടുക്കാം. നമുക്ക് ചെയ്ത് നോക്കാം. ഒരു കോൺ എടുത്തിട്ട് കഴിച്ചു നോക്കാം, ടേസ്റ്റ് ഉണ്ടാകുന്നുള്ളത്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ഈ കഴിക്കുന്നുണ്ടിട്ട് നിങ്ങൾ അന്തം വിടണ്ട. കാരണം 2-3 ദിവസം ഫുഡൊക്കെ കഴിക്കേണ്ട, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത്ര ആർത്തി കാണിക്കുന്നത് ഈ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഗൈസ് ദാ ഇത് കണ്ടോ, എൻ്റെ കാല് കണ്ടോ, നല്ല നീരായിട്ടുണ്ട്. നമ്മൾ പാലക്കാട് പോയിട്ട് വന്നതിന് ശേഷം ഞാൻ പെട്ടെന്ന് കയറി തടി വെച്ചു. എൻ്റെ കാലൊക്കെ നല്ല നീരായി കണ്ടോ കാലിരിക്കുന്നത്. അതുപോലെ തന്നെ ജലദോഷവും പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ദാ രാത്രി ആയപ്പോഴത്തേക്കും കഞ്ഞി വയ്ക്കാമെന്ന് വിചാരിച്ചാൽ കഞ്ഞിയും ഉള്ളിയും പൊടിയും കൂടിയൊക്കെ ഇട്ടൊരു ചാറും പിന്നെ അതുപോലെ അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കുകയാണ്. പിന്നെ നമ്മളെ സുന്ദരി ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെ ഇരിക്കും ഡി. ആ വെരി ഗുഡ്, പറയാൻ അനുസരിക്കും കേട്ടോ. ഒരു ഹായ് പറയും സുന്ദരി. നിന്നെ കുറച്ച് ദിവസമായി നമ്മളെ വീഡിയോസിൽ കാണിച്ചിട്ട് ഡി.
നമ്മളെ ടൂറ് പോയപ്പോഴത്തേക്ക് അവളിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ മുകളിൽ നമ്മൾ കോഴികളെ ഇട്ടിട്ടുണ്ടല്ലോ, അതിനടുത്തുണ്ടായിരുന്നു. വീടിൻ്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു പാവം. പക്ഷേ ഫുഡൊക്കെ എനിക്ക് തോന്നുന്നു പകലുള്ള സമയത്ത് അപ്പുറത്തെ കണ്ടേക്ക് പോയിട്ട് കഴിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ വന്നപ്പോഴത്തേക്കും പാവം ഓടി വന്ന് സിറ്റ് ഔട്ടിൽ നമ്മൾ വരുന്നേ കണ്ടുകൊണ്ട് ഓടിയെത്തിയ ആൾ സൗണ്ട് കേട്ടിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ പിന്നെ എങ്ങോട്ടും പോകില്ല. ഇവിടെ എപ്പോഴും സിറ്റ് ഔട്ട് തന്നെ ഉണ്ട്. കുറച്ച് ദിവസമായില്ലേ അവളെ വീഡിയോയിൽ കാണിച്ചിട്ട്. എന്ത് ഇങ്ങോട്ട് നോക്ക്. എന്ത് ഇന്നൊന്നും കിട്ടിയില്ലേ? ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചതാ ഫുഡ്? ഡി ബാ, ഇവിടെ വന്നിരിക്കേ. ബാ, ഇങ്ങ് വാ, ബാ, നമുക്ക് വീഡിയോ എടുക്കാം. വാ, ബാ ബാ, ഇവിടെ വന്നിരിക്കേ. ബാ, ഇവിടെ വന്നിരിക്കേ. അവിടെ ഇരിക്കേ. ഇങ്ങോട്ട് നോക്ക്. ഇവള് കഴിക്കുന്നത് എന്താണെന്നറിയോ? സ്നാക്സ് ഐറ്റംസുകൾ ഭയങ്കര ഇഷ്ടമാണ്. കേക്ക്, അതുപോലെ തന്നെ ഓറിയോ ബിസ്ക്കറ്റ്, ജിലേബി, ലഡു, പിന്നെ എന്താ ചിപ്സ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇഷ്ടം ആളിന്. പിന്നെ ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബ്രെഡ് കഴിച്ചോളൂ. എരിവ് അത്ര ഇഷ്ടമല്ല. പിന്നെ മീനിൻ്റെ മുള്ള്, മീൻ, പിന്നെ ഉണക്ക മീൻ, ഇറച്ചി എല്ലാം കഴിച്ചോളൂ. അല്ലേ അല്ലേ? ആ, അതാണ്. പാവമാണ് കേട്ടോ, പാവം. 3 ദിവസം നമ്മളെ കാണാൻ ഭയങ്കര ഇതായിരുന്നത്, വിഷമത്തിൽ. നമ്മൾ വന്നത് ഓടി എത്തി പാവം. ഡി എന്ത് ഒരു ഹായ് പറ, ഒരു ഹായ് പറ. ഹായ്. അങ്ങനെ ഗേസ്, എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.